16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ ഇന്ന് അരങ്ങുണരും. വൈകിട്ട് 5-ന് കേരള സംഗീത നാടക അക്കാദമി അങ്കണത്തിൽ നടക്കുന്ന മേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 23 നാടകങ്ങളാണ് ഇത്തവണ അരങ്ങിലെത്തുന്നത്. കലോത്സവത്തിന് പിന്നാലെ തൃശൂരിലെ കലാസ്വാദകർക്ക് ഇനി നാടകക്കാലം. അന്താരാഷ്ട്ര നാടകോത്സവം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കുന്ന നാടകോത്സവത്തിന്റെ ഭാഗമായി 23 നാടകങ്ങളാണ് അരങ്ങിലെത്തുക. 49 വിദേശീയരടക്കം 246 നാടക കലാകാരന്മാർ പങ്കെടുക്കും. കഴിഞ്ഞ ഇറ്റ്ഫോക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ഇറ്റ്ഫോക്കാണിത്. 23 നാടകങ്ങളുടെ 48 അവതരണങ്ങൾ. ഇറ്റ്ഫോക്കിന്റെ പ്രമേയം തന്നെ വളരെ ശ്രദ്ധേയമാണ്, വളരെ ആനുകാലികമാണ്, അത്യന്തം രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ളൊരു പ്രമേയമാണ്. അത് വോയിസസ് ഇൻ ദ സൈലൻസ് എന്നാണ്. ലോകം യുദ്ധങ്ങളുടെയും കെടുതികളുടെയും വർഗീയതയുടെയും ഒപ്പം അധിനിവേശത്തിൻ്റെയും ഒക്കെ ഹുങ്കാര ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തീരെ ചെറിയ ജീവികളുടെ ശബ്ദങ്ങൾ, ഊഴിയിൽ ഏഴകളായ ഏറ്റവും ചെറിയ മനുഷ്യരുടെ ശബ്ദങ്ങളെ പ്രതിഫലിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇറ്റ്ഫോക്കിനുള്ളത്. ഏതാണ്ട് 246-ലധികം രംഗവേദിയിൽ വന്നു പോകുന്ന നാടക കലാകാരർ ഇറ്റ്ഫോക്കിൽ ഇത്തവണ പങ്കെടുക്കുന്നുണ്ട്. ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നടമാടുന്ന അനീതിക്കെതിരെ കലയിലൂടെയുള്ള പ്രതിഷേധത്തിന്റെ സ്വരം എന്നതാണ് പ്രമേയത്തിന്റെ ലക്ഷ്യം. 7 വേദികളിലായാണ് ഇത്തവണ നാടകോത്സവം നടക്കുക. അർജന്റീനയിൽ നിന്നുള്ള ഫ്രാങ്കൻസ്റ്റൈൻ പ്രൊജക്റ്റാണ് ഉദ്ഘാടന നാടകം. ഉച്ചതിരിഞ്ഞ് 3-ന് തോപ്പിൽ ബാസി ബ്ലാക്ക് ബോക്സ് തിയേറ്ററിലാണ് ആദ്യ നാടകം അരങ്ങേറുക. ഈ സ്പാനിഷ് നാടകത്തിന്റെ ഓൺലൈൻ ടിക്കറ്റുകൾ ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ വിറ്റു തീർത്തു. ഓഫ്ലൈൻ ടിക്കറ്റുകൾ അക്കാദമിയിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ലഭിക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.